വേറെ ചില കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റ് വന്നു. സർ, മെയ് 16 നമ്മൾ എന്നാണ് അധികാരത്തിലേറ്റെടുക്കുന്നത്? അതിനുശേഷമാണ് 18. മെയ് 16 6000 കോടി ഉണ്ടോ? 2000 കോടി രൂപയുള്ളൂ. അപ്പൊ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ ഇവിടെ ഇരിക്കുന്ന ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ഒരു സ്റ്റാഫിന് 50,000 രൂപ സാലറി ഉണ്ടെന്ന് സങ്കല്പിക്കുക. 50,000 രൂപ കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. 50,000 രൂപ ആൾക്ക് 25,000 രൂപ പലചരക്കടയിൽ കൊടുക്കണം. ശമ്പളം കിട്ടുമ്പോൾ പുള്ളി പലചരക്കടയിൽ കൊടുക്കുന്നില്ല, അത് പോക്കറ്റിൽ വെക്കുന്നു. പാല് മേടിച്ച കാശ് കൊടുക്കുന്നില്ല. 1-ാം തീയതി ആകുമ്പോൾ പാലുകാരൻ വരുമ്പോൾ കൊടുത്തില്ല. പത്രക്കാരന്റെ കാശ് കൊടുക്കുന്നില്ല. മനസ്സിലായ? ആർക്കും കൊടുക്കുന്നില്ല. ആ ഇറച്ചിയും മീനും മേടിച്ച സ്ഥലത്ത് അവർക്ക് പോലും പൈസ കൊടുക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എൻ്റെ പോക്കറ്റിൽ 50,000 രൂപ ബാക്കിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6,000 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ LSCD മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നു, ലോക്കൽ ബോഡിയുടെ 3-ാം ഗഡു നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? 1982 കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? കയ്യിൽ പണം ഉണ്ടായിട്ട്. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ലയബിലിറ്റി എന്തൊക്കെയാണ്? നിങ്ങൾ എവിടെയെല്ലാമാണ് നിങ്ങൾ പണം കൊടുക്കാനുള്ളത്? നിങ്ങൾ ആ പണം കൊടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പണം കൊടുത്തിട്ടില്ല. പട്ടിക വിദ്യാർത്ഥികൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള പണം എത്രയാണെന്നറിയാമോ? 377 കോടി രൂപ. 6,000 കോടി രൂപ ബാക്കി ട്രഷറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാവങ്ങൾ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണ്ടേ? ആ 377 കോടി രൂപ കൊടുത്തോ? നിങ്ങൾ കൊടുത്തോ? 21,000 കോടി രൂപ ജീവനക്കാർക്ക് DA അരിയേഴ്സ് വെച്ചിട്ടാണ് സർക്കാർ ഇറങ്ങുന്നത്. അത് കൊടുത്തില്ലല്ലോ. എന്നാ 6,000 കോടി ബാക്കിയുണ്ട്. ഒരു അരിയേഴ്സ് കൊടുത്തേക്കാം, തീരുമാനിച്ചില്ലല്ലോ. പെൻഷനർമാർക്ക് 14,387 കോടി രൂപയുടെ അരിയേഴ്സ് ഉണ്ട്. കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. ഞാനിനി അതും പോട്ടെ, അതെല്ലാം പോട്ടെ, ആ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ടല്ലോ ഒരു 2,893 കോടി രൂപ. ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് 6,000 കോടി രൂപ ട്രഷറിയിലുണ്ട്. ഇനി നിങ്ങളെടുത്ത് ചെലവാക്കിക്കോ എന്ന് പറയുന്ന നിങ്ങൾ എന്തേ അത് കൊടുക്കാതെ പോയത്? 2,893 കോടി രൂപ ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ സർക്കാരിന്റെ ഏജൻസിയാണ്, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിയാണ്. നിങ്ങൾ അവർക്ക് കൊടുത്തോ? എന്തിനാണ് ആ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുണ്ട് 476 കോടി ഇല്ലേ? ഇവിടെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന് വിതരണം നടത്തി നല്ല മരുന്ന് കിട്ടാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുക. അവർക്ക് നല്ല മരുന്ന് വിതരണം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നില്ലേ ഈ പൈസ? കൊടുത്തില്ലല്ലോ. കൊടുത്തില്ല. 476 കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. ഞാനിപ്പോ കുറച്ച് സ്കീംസ് മാത്രമാണ് പറഞ്ഞത്. പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള കാരുണ്യ സ്കീംസിൽ 2017 കോടിയുണ്ട്. നിരവധിയായിട്ടുള്ള ബാധ്യതകൾ. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടൊരു കഥ ഉണ്ടാക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. 6,000 കോടി ബാക്കി വെച്ചിട്ട് പോയിരിക്കുക. 16-ാം തീയതി നമ്മൾ അധികാരത്തിലേക്കുമ്പോൾ 2,000 കോടിയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ഈ വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ട്രഷറി ബാലൻസിനെ കുറിച്ചും ട്രഷറി ബാലൻസിന്റെ സിസ്റ്റത്തെ കുറിച്ചും. അത് ഓരോ സമയത്ത് ചിലപ്പോൾ പൈസ വരും, ഓരോ സമയത്ത് പൈസ വരും. പക്ഷേ നമ്മുടെ ലയബിലിറ്റീസ് അവിടെ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ 50,000 രൂപ പോക്കറ്റിൽ വെച്ചിട്ട് നമ്മളോട് പറയാണ്, കണ്ട ശമ്പളം കംപ്ലീറ്റ് എന്റെ പോക്കറ്റിലുണ്ടെന്ന്. ഭാര്യയോടെ ഒന്ന് പറയാണ്, ഭാര്യയോട് എന്റെ പോക്കറ്റിലുണ്ട്, ഞാൻ ഒരു പൈസ ചിലവാക്കിയിട്ടില്ല. കൊടുക്കാനുള്ള കടക്കാർ വാതിൽ നിൽക്കുകയാണ്. വാതിൽ തുറന്ന പത്രക്കാരനും പാലുകാരനും പലചരക്കടക്കാരനും ഇറച്ചി മേടിച്ചവരും മീൻ മേടിച്ച കൊണ്ടുവന്ന ആ പാവപ്പെട്ട സ്ത്രീയൊക്കെ പുറത്തു നിൽക്കുകയാണ്. എന്നിട്ട് വാതിലടച്ചിട്ട് അകത്ത് നിന്ന് ഭാര്യയോട് പറയാ, 50,000 രൂപ ഞാൻ അതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. ഇതല്ലേ പറഞ്ഞത്? ഞാനിത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവാനാ. എന്നോട് ഒരുപാട് പേര് ചോദിക്കുക, സാറിന് നല്ല സുഖമായല്ലോ. ഞാൻ ചെന്തായി? അല്ല, ധനകാര്യ വകുപ്പല്ലേ? അതെ. ആ പഴയ മന്ത്രി 6,000 കോടി ബാക്കി വെച്ചിട്ടല്ലേ പോയേക്കണത്. അടിച്ചു പൊളിക്കാമല്ലോ അത്. അപ്പൊ അവരോടാണ് എന്നോട് ചോദ്യം ചോദിച്ച അവരോടാണ് ഞാൻ ഈ ഒരു ജീവനക്കാരൻ, ശമ്പളം കിട്ടിയ ജീവനക്കാരന്റെ കഥ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായില്ല. ഇതാണ് സാമ്പത്തിക അവസ്ഥ. സാർ, ഇതിന് മാറ്റമുണ്ടാകണം.
സമ്പദ് വ്യവസ്ഥ ഞങ്ങൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റിലെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഓരോ ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് വളരെ മോശമാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് വളരെ കൂടുതലാണ്. ഒരുപാട് കാര്യം കിഫ്ബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ സാർ കിഫ്ബി ഉണ്ടാക്കിയപ്പോൾ ഉള്ള പ്രഖ്യാപനം? ഇന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് പറഞ്ഞു. എന്താ കിഫ്ബി കൊണ്ടുവന്നപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിന്ന് പ്രതിപക്ഷത്തിരുന്ന് ലീഗൽ ഒബ്ജക്ഷൻ നടത്തിയ ഒരാളാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്, നിങ്ങളുടെ പർപ്പസ് സെർവ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ആളാണ്. എന്താണ് ചെയ്യുന്നത്? ബജറ്റിൽ നിന്ന് നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു തുക എടുത്തുകൊണ്ട് പോകുന്നു എല്ലാ വർഷവും. 2000-3000 കോടിയാണ്. അതായത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ സെസ്. അതാണ് കിഫ്ബിയുടെ ഒരു ബജറ്റിന് പുറത്താണ്, സർക്കാരിന് പുറത്താണെന്ന് പറയുന്ന സാധനമാണ്. അങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ബജറ്റേതര എക്സ്ട്രാ ബജറ്ററി ഇതാണ് സംഭവമായിട്ടാണ് അവതരിപ്പിച്ചത്. ഈ പൈസ അങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ബാക്കി കടം മേടിച്ചേക്കണ പലിശ നിരക്ക് കേട്ടാൽ നിങ്ങൾ തലചുറ്റി വീഴും. കടം മേടിച്ചേക്കണ നമ്മൾ ഗ്ലോബൽ ഫിനാൻസ് മാർക്കറ്റ് അറിയാവുന്ന ഒരാൾ കണ്ട ബോധം പോകും. ഈ റേറ്റിന് ഇൻട്രസ്റ്റ് റേറ്റിനാണ് പൈസ മേടിച്ചത്. ആ ബോറോയിങ് എന്തിന്റെ കെയർ ഓഫിലാണ്? സോവറിൻ ഗ്യാരണ്ടി ഓഫ് ദ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുക്കണം കടം മേടിക്കുന്നതിന്. ഇവിടെ നിന്ന് പൈസ, ബജറ്റിൽ നിന്ന് പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് അവരുടെ തുക. ഇനി ഈ തുക ഇവർക്ക് ഒറ്റയ്ക്ക് അടയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാ? ഒറ്റ സെൽഫ് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കീമും ഇല്ല കിഫ്ബിയിൽ. ഞാനൊന്ന് കാല് പിടിച്ച് പറഞ്ഞു അന്നത്തെ ധനകാര്യമന്ത്രിയോട്, നിങ്ങളൊരു 50% പ്രോജക്റ്റ് നിങ്ങൾ സെൽഫ് ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് വെച്ചാൽ ഈ പൈസ അടച്ചു പോകും, സർക്കാരിൽ ബാധ്യത വരില്ല. അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ബജറ്റിന്റെ തലയിലേക്ക് വരും. പിന്നെ ഒരു ഉപായം പറഞ്ഞത് എന്താ? കടമെടുപ്പിന്റെ പരിധിയിൽ, അതായത് GSDPയുടെ 3% ഇപ്പൊ 3.5 ഉണ്ട് കണ്ടീഷണലായിട്ട്. അത്രേ കടമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുള്ളൂ. ഇതാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കാണാതെ വേറെ പുറത്തുനിന്ന് കടമെടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അവർ സമ്മതിക്കില്ല. കാരണം സ്റ്റേറ്റ് ഫിനാൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് FRBM ആക്ട് കൊണ്ടുവന്നത്. അത് ചെയ്യരുതെന്ന് പറഞ്ഞു. എന്താ പറ്റിയത്? ഇപ്പോ അത് കടമെടുപ്പിന്റെ പരിധിയിലാക്കി. അതുകൂടി ഞങ്ങളുടെ തലയിലാണ്. ഞങ്ങൾക്ക് കടമെടുക്കാൻ ഈ നിശ്ചിതമായ 3.5, അതിൽ 0.5 പവർ സെക്ടറിലെ കടമെടുക്കാൻ പറ്റുള്ളൂ. 3% ആണ് GSDPയുടെ കടമെടുക്കാൻ പറ്റുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് കടമെടുക്കാൻ എല്ലാ സർക്കാരും കടമെടുക്കണ്ടേ? ആ കടമെടുക്കാനുള്ള തുക ഇതിൽ നല്ലൊരു ഭാഗം ഈ കിഫ്ബിക്ക് വേണ്ടി തിരിച്ചടക്കണം. ഇതാണ് സ്ഥിതി. ആ കിഫ്ബി ഉണ്ട്. എന്നിട്ട് അതൊരു പ്രത്യേകമായ സാമ്രാജ്യം. ധനകാര്യ വകുപ്പോട് യാതൊരു ബന്ധമില്ല. ധനകാര്യ വകുപ്പിലേക്ക് ഫയൽ വരില്ല. പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിംഗ് ഇല്ല. ഒന്നുമില്ലാതെ ഒരു പ്രത്യേകമായ വേറൊരു സാമ്രാജ്യം, വേറൊരു ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെ. അതിനെപ്പറ്റി ഒരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ വായിക്കണം. അത് സ്റ്റേറ്റ് എക്സ്ചക്കറിനെ ഏതെല്ലാം തരത്തിൽ ഭരണകക്ഷിയിലായിരുന്നുവെങ്കിലും അന്ന് ഇപ്പോൾ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ അംഗം അദ്ദേഹം അതിനെ വളരെ ഭംഗിയായിട്ട് അതിന്റെ കുറവുകൾ അന്ന് മനസ്സിലാക്കിയ ആളാണെന്നാണ് എൻ്റെ വിചാരം. അന്ന് നിങ്ങൾ ആലോചിക്കണം, മുൻ മന്ത്രിയായിരുന്ന C. മുഹമ്മദ് റിയാസ് ഇവിടെ ഇരിക്കുന്നു. PWD എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ. ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അങ്ങ് PWD മന്ത്രിയായിരുന്നു. നന്നായി ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ നിന്നുള്ള ഈ വർക്കെല്ലാം എടുത്തിട്ട് പുറത്ത് ഇതുപോലത്തെ ഒരു ഏജൻസി കൊടുത്ത് അവരെ കൊണ്ട് ചെയ്തു വലിയ തുക മേടിച്ച് 9%, 9.72% പലിശയ്ക്ക് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് 6% പലിശയ്ക്ക് ബാങ്കിലിടുക. ആ പലിശ കൊടുക്കുക. ആരാണ് അൾട്ടിമേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്? ബജറ്റിലാണ് അതിന്റെ മുഴുവൻ ബാധ്യത വന്നിരിക്കുന്നത്. അതിന് ആ വർക്കിലൊക്കെ ഉണ്ടായിരിക്കുന്ന അൺനെസസറി ആയിട്ടുള്ള ഡിലേ ഇല്ലേ, ഭയങ്കര ഡിലേ ആണ്. PWDയിൽ ഡിലേ വരുന്നത് എപ്പോഴും ഒരു കോൺട്രാക്ടർ ഇട്ടിട്ട് പോയാലേ. ഇല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട് PWDക്ക്, ഇപ്പോഴും ഉണ്ട് ഒരു സിസ്റ്റം. കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ കുറെ കൂടെ ഭംഗിയാക്കുക. ഒരു കോൺട്രാക്ടർ ഇട്ടിട്ട് പോയാൽ അയാളെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ അയാളെ മാറ്റി പിന്നെ ഒരു പുതിയ ടെൻഡർ വെച്ച് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇതൊക്കെ ആ സിസ്റ്റം എല്ലാം തകർത്ത് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനം ഇന്നിപ്പോൾ ഞങ്ങളുടെ തലയിലിരിക്കുകയാണ്. ഉള്ള കാര്യം പറഞ്ഞതാണ്. അത് ഞാൻ എല്ലാ MLA-മാരും കൂടി അറിയാൻ പറയാണ്. അത് ഒന്നുകൂടി പരിശോധിച്ച് വിദഗ്ധാഭിപ്രായങ്ങൾ കൂടി തേടി ആർക്കും ദോഷമില്ലാത്ത കാര്യത്തിൽ സ്റ്റേറ്റിനും ചെയ്ത വർക്കുകൾക്കും ഒന്നും ദോഷകരമല്ലാത്ത രീതിയിൽ എല്ലാ MLA-മാർക്കും ടെൻഷനാണ്. ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും പെട്ടവർക്ക് വർക്ക് അവാർഡ് ചെയ്തു. ചിലത് AS കൊടുത്തു, ചിലത് TS കൊടുത്തു,
ചിലത് ആകാശത്തും ഭൂമിയിലല്ലാതെ ചില വർക്ക് നിൽക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഭീതിയാണ്. നമുക്ക് ആർക്കും ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു നല്ല രീതിയിൽ അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം. ഒന്നുകൂടി അന്ന് പഠിക്കണം, ഒന്നുകൂടി പഠിച്ച് വളരെ വേഗത്തിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവും. സാർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ നയപ്രഖ്യാപന പ്രസംഗം കേട്ട് നിരാശ വന്നു. അങ്ങനെ നിരാശപ്പെടരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഇത് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു നയപ്രഖ്യാപനമാണ്. ഇനി BJP പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. നല്ലത് പറഞ്ഞെങ്കിൽ ഇപ്പം ആരുടെയെങ്കിലും പ്രകടന പത്രികയിൽ ഏതെങ്കിലും രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാനത് നോക്കിയിട്ടില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഞാനിതിനകത്ത് സൂചിപ്പിച്ചത്. പിന്നെ രാഷ്ട്രീയ ദുരൂഹത ഉണ്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങയോട് ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞു. അങ്ങ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കണം. ഈ കണക്ക് തരുന്ന സമയത്ത് അങ്ങ് നിയമത്തെ ഒരു കണക്ക് പറഞ്ഞു. നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയി 3 എടുത്തു. നിങ്ങൾ നിയമത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു ഇല്ലേ? നിയമത്ത് ഞങ്ങളുടെ മാത്രമാണ് വോട്ട് കുറഞ്ഞത്. LDFിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ചോ? LDFിൻ്റെ വോട്ട് പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞപ്പോൾ അങ്ങയുടെ ഉപദേശകരെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തൊരു കാര്യം കൂടി പറയാം. ചാത്തന്നൂര് ഞങ്ങൾക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 1000-ഓളം വോട്ട് കൂടിയപ്പോൾ നിങ്ങളുടെ LDFിൻ്റെ 11,771 വോട്ട് താഴോട്ട് പോയി. അപ്പൊ നിയമത്തെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, ചാത്തന്നൂരത്തെ കാര്യം പറയണ്ടേ? കഴക്കൂട്ടത്ത് UDF 4,188 കൂടുതൽ മേടിച്ചു. നിങ്ങളുടെ വോട്ട് എത്ര പോയെന്നറിയാമോ? 17,554. എന്നിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴക്കൂട്ടത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞെന്ന് പറഞ്ഞു. കഴക്കൂട്ടത്ത് നമ്മൾ 2 പേരെ കുറഞ്ഞു. മനസ്സിലായ? പിന്നെ അല്ല, നിയമത്ത് കഴക്കൂട്ടത്ത് ഞങ്ങൾക്ക് 2 ഞങ്ങളുടെ വോട്ട് കൂടി. ചാത്തന്നൂരും കൂടി, കഴക്കൂട്ടത്തും നമ്മുടെ കൂടി ഭയങ്കരമായിട്ട്. കഴക്കൂട്ടത്ത് നിങ്ങളുടെ വോട്ട് 17,554, ചാത്തന്നൂര് 11,771 പോയി. അപ്പൊ അങ്ങ് ഇവിടെ പറഞ്ഞ വാദഗതി കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് ജയിപ്പിച്ചാണ് അവരെ 3 പേരെ. കറക്റ്റാണ്, അതാണല്ലോ പറഞ്ഞത്. അങ്ങ് ഉദ്ദേശം അതാണല്ലോ. ഞങ്ങൾ 3-ാം സ്ഥാനത്ത് പോയിട്ട് ഞങ്ങൾ അന്നും 3-ാം സ്ഥാനത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഇവരെ സഹായിപ്പിച്ചത്. അങ്ങ് പറഞ്ഞ ആർഗ്യുമെന്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളാണ് ഓൺ എ സിൽവർ പ്ലാറ്റർ, ഒരു വെള്ളിത്താളത്തിലാക്കി നിങ്ങളുടെ നേതാക്കന്മാർ പ്രതിനിധാനം ചെയ്തിരുന്ന സീറ്റുകൾ BJPക്ക് സമ്മാനിച്ചു ആണ്. അങ്ങ് പറഞ്ഞ ആർഗ്യുമെന്റ് ശരിയാണെങ്കിൽ അതാണ്, നിങ്ങളാണ് കൊടുത്തത്. അതിനെയാണ് ഞങ്ങൾ ഡീലാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ ഡീലുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കണക്കുകൾ കൃത്യമായിട്ടുണ്ടാവും. ആർക്കും മാറ്റി മറിക്കാനൊന്നും പറ്റില്ല. പിന്നെ അതുപോലെ ഞാൻ എല്ലാ കാര്യത്തെയും കുറിച്ച് പറയുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിന് കൊടുത്ത മറുപടി അങ്ങ് 2-ാം ലോക മഹായുദ്ധകാലത്തേക്കൊക്കെ പോയി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു വാചകം പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷമായിരുന്നു, പിന്നീട് ബ്രിട്ടന്റെ കൂടെ കൂടിയെന്ന്. അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 1939 സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് ഉണ്ട്, അറിയാമോ? ഹിറ്റ്ലർ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ആളുകളെ കൊല്ലാൻ, ജൂതന്മാരെ കൊല്ലാൻ, എതിരാളികളെ കൊല്ലാൻ ഗ്യാസ് ചേമ്പർ തുടങ്ങി, നാട്ടുകാരെയെല്ലാം നാട് കടത്തി, എല്ലാം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സ്റ്റാലിൻ ഹിറ്റ്ലറുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. 1939 ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട്. അന്ന് സോവിയറ്റ് യൂണിയൻ പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ, സ്റ്റാലിൻ പറയുന്നത് കേൾക്കുള്ളൂ. കേരളത്തിൽ അങ്ങ് ചെറിയ പ്രായത്തിലായിരിക്കും, പക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ സ്റ്റാലിൻ പറയണ കേൾക്കുള്ളൂ. സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെയാണെങ്കിൽ ഹിറ്റ്ലറുടെ കൂടെ ആയിരുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും എടുത്ത തീരുമാനങ്ങളെല്ലാം ഹിറ്റ്ലറുടെ കൂടെ. കാരണം എന്താ? വലിയ യജമാനൻ സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെ നിൽക്കുന്നു. പിന്നെ ഹിറ്റ്ലർക്ക് ഈ സ്ഥിരതയില്ലാത്തതുകൊണ്ട് അറിയാലോ, ഹിറ്റ്ലറുടെ സ്വഭാവം അറിയാമല്ലോ. 41 ആയപ്പോൾ ഹിറ്റ്ലർ കയറി റഷ്യ ആക്രമിച്ചു, മോസ്കോ ആക്രമിച്ചു. അതാണ് അപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷ നിലപാടല്ല, ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന നിലപാട് മാറ്റി നേരെ ഇപ്പുറത്ത് ഈ അലയൻസിന്റെ കൂടെ കൂടുന്നത്. അപ്പൊ നിങ്ങൾ മാറി, അത് കറക്റ്റാണ്. അപ്പൊ മാറി. സ്റ്റാലിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ മാറാതിരിക്കാൻ പറ്റുമോ? അവിടെ മഴ പെയ്താൽ ഇവിടെ കുടപിടിച്ച് നടക്കുന്ന ആളല്ല. മോസ്കോയിൽ മഴ പെയ്താൽ
തിരുവനന്തപുരത്ത് കൊടപിടിച്ച് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.